പിതാവിനും പുത്രനും പരിശുദ്ധരുമായ സ്തുതി ആദ്യം മുതൽ നന്നാക്കി തന്നെ ആമീൻ. ട്രൂ ഫെയ്ത്തിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഞാൻ അകപ്പുറം ഇടവകയിലെ ആലിക്കോർ എപ്പിസ്കോപ്പ. ഇത് മദ്ബഹ ശുശ്രൂഷകർക്കുള്ള 11ാമത്തെ ക്ലാസ് ആരംഭിക്കുകയാണ്. അത്രയും വേഗത്തിൽ അവസാനിപ്പിക്കണം. അങ്ങനെ ഒരുപാട് നീണ്ടുപോയാൽ പറ്റില്ല. പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാൻ വേഗം പറഞ്ഞു പോകും. നിങ്ങളത് പ്രത്യേകം ശ്രദ്ധിച്ചോളൂ. നമ്മൾ ഇന്നലെ പറഞ്ഞത്, അല്ലെങ്കിൽ ഇതിനു മുമ്പ് പറഞ്ഞത്, വിശ്വാസ പ്രമാണം ചൊല്ലുന്നവരുള്ള കാര്യങ്ങളാണ്. വിശ്വാസ പ്രമാണം തുടങ്ങി അച്ഛൻ കൈ കഴുകി ശുഭോന ചോദിച്ച് ദർഗായിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുകയാണ്. അവിടെ പ്രാർത്ഥിക്കുമ്പോൾ വിശുദ്ധ കുർബാനയ്ക്ക് പേര് കൊടുത്തിട്ടുള്ള ഒക്കെ നേരത്തെ കൊടുക്കണം. അതിനുമുമ്പ് ദൈവയ്ക്ക് കൊടുക്കണം, അത് വേറെ. ഇവിടെ കൊടുക്കണം. ഏതെങ്കിലും കാരണവശാൽ വൈകി വന്നവരുണ്ടെങ്കിൽ അവരുടെ പേരുകൾ ഇതിൽ ഉൾപ്പെടുത്തി കൊടുക്കണം. കഴിയുന്നിടത്തോളം കുർബാനയ്ക്ക് മുമ്പ് വരണം. അത് കഴിയുന്നിടത്തോളം അല്ല, അത് മസ്റ്റാണ്. വിശുദ്ധ കുർബാന പ്രഭാത പ്രാർത്ഥനയ്ക്ക് വരണം, അത് പോട്ടെ. വിശുദ്ധ കുർബാന പരസ്യമായിട്ട് ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ പള്ളിയകത്ത് കിടക്കണം. നിങ്ങൾ ഓടി ഈ വരുമ്പോഴേക്കും സെമിറ്ററിലേക്ക് പോകണ്ട. അവരുടെ ആത്മാക്കളൊക്കെ ഈ പള്ളിയകത്തേക്കാണ് വരണത്. അതുകൊണ്ട് ഓടി കളിച്ച് വരണ്ട. കുർബാന ആരംഭിച്ചാൽ പിന്നെ സെമിറ്ററിയിലേക്ക് പോകാൻ പാടില്ല. പോയിട്ടൊരു കാര്യമില്ല. മനുഷ്യരുടെ ആത്മാക്കൾ പള്ളിയകത്തേക്ക് വന്നു കഴിഞ്ഞു. അതിനാണല്ലോ നട അവിടെ ഇട്ടിരിക്കുന്നത്. അതിനു മുമ്പ് സെമിറ്ററിയിൽ പോയി തിരി കത്തിച്ച് പോരാം. വേറെ ഒരു പ്രാർത്ഥന അവിടെ നടത്തണ്ട. ആ തിരി കത്തിക്കുന്നത് തന്നെ ഒരു പ്രാർത്ഥനയാണ്. അത് വേഗം ഇവിടെ പോന്നാൽ മതി. പോയില്ല എന്ന് വിചാരിച്ചൊരു കുഴപ്പമില്ല. കുർബാന കഴിഞ്ഞിട്ട് പോയാൽ മതി, വേറെ കുറവുമില്ല. അപ്പോൾ അച്ഛനിവിടെ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന വഴിപാട് കുർബാന ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടിയിട്ട്, പിന്നെ മരിച്ചവർക്ക് വേണ്ടിയിട്ട്, അവരുടെ ആത്മാക്കൾക്ക് വേണ്ടിയിട്ട്, പിന്നെ മധ്യസ്ഥ പ്രാർത്ഥനയുടെ പേരുകൾ, ഇതൊക്കെ അവിടെ ഓർക്കുന്നുണ്ട്. യാചിക്കേണ്ടും സമയമിതാ എന്ന് തുടങ്ങി പിന്നെ അവസാനിച്ച് ചെല്ലും. ദൂരസ്ഥർ സമീപസ്ഥരുമായി തമ്മിൽ നിരക്കും സമയം താൻ, അതിനാൽ സോദരരെ വരുവിൻ ഒരുപോൽ കരുണയിരന്നിടാം. അതിനാൽ സോദരരെ വരുവിൻ. ദൂരസ്ഥരും സമീപസ്ഥരും തമ്മിൽ യോജിക്കുന്ന സമയമാണിത്. ആരാ ദൂരസ്ഥർ? മരിച്ചുപോയോ? സമീപസ്ഥരാരാ? ജീവനോടിരിക്കുന്നത് നമ്മൾ. അപ്പോൾ ആ മരിച്ചവരുടെ ആത്മാക്കൾ പള്ളിയകത്തുണ്ട്. അപ്പോൾ ആ മരിച്ചവരുടെ ആത്മാക്കളും ജീവനോടിരിക്കുന്ന നമ്മൾ ശരീരത്തോടു കൂടിയവരാണെങ്കിലും ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന വലിയൊരു സന്ദർഭമാണത്. അതിനാൽ സോദരരെ വരുവിൻ ഒരുപോൽ കരുണയിരന്നിടാം. മരിച്ചവർ വിളിക്കണം നമ്മൾ, അല്ലാണ്ട് പുറത്തേക്കിടവരല്ല കേട്ടോ. സോദരരെ വരുവിൻ എന്ന് പറയുമ്പോൾ ചിലർ വിചാരിക്കണം പാട്ടുകാർ അവിടെ നിൽക്കുന്നവരെ വിളിക്കണമെന്നാണ്. അങ്ങനെയല്ല. ഗായകസംഘം അല്ല വിളിക്കണത്. ഗായകസംഘം നിങ്ങൾ ഒന്ന് തന്നെയാണ്. ഗായകസംഘം അതിനെ ലീഡ് ചെയ്യുന്നു മാത്രം. ഗായകസംഘവും നമ്മൾ വിളിക്കുന്ന ആരാ? മരിച്ചവരുടെ ആത്മാക്കളെ വിളിക്കണം. അവരവിടെ ഉണ്ട്. അതിനാൽ സോദരരെ വരുവിൻ ഒരുപോൽ കരുണയിരന്നിടാം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നത്. എത്ര സുന്ദരമായ അർത്ഥങ്ങളാണ് നമ്മുടെ വിശുദ്ധ കുർബാനയിലുള്ളതെന്ന് ഓർക്കണം. പട്ടക്കാരൻ്റെ അവിടെ ദർഗായിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുക. അതിനോടുകൂടി നമ്മളും പ്രാർത്ഥിക്കുന്നു. മരിച്ചവർക്ക് വേണ്ടിയിട്ടും ജീവനോട്ടിരിക്കുന്നവർക്ക് വേണ്ടിയിട്ടും മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നവർക്ക് വേണ്ടിയിട്ടൊക്കെ അവിടെ പ്രാർത്ഥന നടക്കുകയാണെന്ന് ഓർത്തുകൊള്ളു. അത്രയും വലിയ ഒരു മുഹൂർത്തമാണ്. ആ സമയം കൊണ്ട് ശുശ്രൂഷക്കാരൻ ഇപ്പം നടുവിൽ കൂടി വീശി, അങ്ങോട്ട് പോകുമ്പോൾ വലതുവശത്തുള്ളവർക്ക് വീശി, ഇങ്ങോട്ട് പോകുമ്പോൾ ഇടതുവശത്തുള്ളവർക്ക് വീശി, തിരിച്ചു വന്നാൽ അച്ഛൻ ദർഗായിൽ നിന്ന് എഴുന്നേറ്റ് നോക്കണം. അച്ഛൻ ദർഗായിൽ നിന്ന് എഴുന്നേറ്റാൽ മാത്രമേ ശുശ്രൂഷക്കാരൻ അകത്തേക്ക് പ്രവേശിക്കാവൂ. മധുവായത്തേക്ക് ഉടനെ പറയണം സോമിൻകാലോസ്. അത് ആ ധൂപകുറ്റി പിടിച്ച ആൾ തന്നെ പറയണം. അപ്പം എല്ലാവരും കുറിയയിലായി സോമൻകാലോസ് വെച്ചാൽ എല്ലാവരും നല്ലവണ്ണം നിൽക്കണം. പ്രധാനപ്പെട്ട ഭാഗം ആരംഭിക്കുമ്പോഴാണ്. അപ്പോൾ എല്ലാവരും കുറിയലായസം പറയണം. കുറിയലായസം എന്ന് വെച്ചാൽ അർത്ഥം കർത്താവെ കരുണ ചെയ്യണമെന്നാണ്. ഇത്ര വലിയൊരു മുഹൂർത്തമാണത്.
അപ്പോൾ സോമൻ കാലത്ത് ഒന്ന് ഉച്ചത്തിൽ പറയാം, കുഴപ്പമില്ല. പ്രധാന ശുശ്രൂഷകനോ തന്നെ പറയുന്നത് നന്നായിരിക്കും. അത് ഇനി ധൂപ് കുറ്റി പിടിച്ചാലും ഇത്തിരി ചെറുപ്പക്കാരനാണെങ്കിലും നന്നായിട്ട് പറയും. അപ്പോൾ അച്ഛൻ മനസ്സിലാക്കണം, എല്ലാം റെഡി, വാതിലുകളൊക്കെ അടച്ചു, വിശ്വാസികൾ മാത്രമേ പള്ളിയാകത്തുള്ളൂ. ഇനി അച്ഛൻ്റെ ദർഗായിൽ കയറി വിശുദ്ധ കുർബാന ആരംഭിക്കാം. ആരും നടത്തില്ല. അവിടെ അച്ഛനൊരു പ്രാർത്ഥന കഴിഞ്ഞ് സമാധാനം കൊടുക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അതായത് സമാധാനം കൊടുക്കുന്നത് ഇവിടെ ഒരു പ്രാർത്ഥന ചൊല്ലി അച്ഛൻ ത്രോണോസ് മുത്തുകയാണ്. അതിനുശേഷം ശുശ്രൂഷക്കാരൻ മുത്തണം. പിന്നെ അച്ഛനെ ധൂപക്കുറ്റി പിടിച്ച് സ്വയം മുത്തുകയും ശുശ്രൂഷക്കാരുടെ നെറ്റിയിൽ 3 പ്രാവശ്യം കുരിശ് വരച്ച് സമാധാനം കൊടുക്കുകയും ചെയ്യുന്നു. നീ കൈമത്തിക്കുമ്പോഴേ നീ സമാധാനം താഴെയുള്ളവർക്ക് കൊടുക്കാൻ പറയുകയാണ്. ആ ചങ്ങല വലിച്ചു പിടിക്കണം, ശുശ്രൂഷക്കാരൻ അടച്ചു പിടിക്കണം. അല്ലെങ്കിൽ അച്ഛനത് പിടിച്ച് സ്വയം മുത്താനും ശുശ്രൂഷക്കാരൻ്റെ മുത്തിക്കാനും കുരിശ് വരയ്ക്കാനും സാധിക്കില്ല. അപ്പോൾ അത് എളുപ്പത്തിലാക്കണം. വലിച്ചു പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് ബുദ്ധിമുട്ടാവും. അതിൻ്റെയൊക്കെ പരിചരണ പ്രധാനമായ ശുശ്രൂഷകൻ മറ്റുള്ളവർക്ക് കൊടുക്കണം, അല്ലെങ്കിൽ അത് ബുദ്ധിമുട്ടുണ്ടാകും. എന്നിട്ട് ശുശ്രൂഷക്കാരൻ മറ്റേ വശത്ത് വന്ന് ത്രോണോസ് കുത്തിയിട്ട് മേൽപ്പട്ടക്കാരനുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ അടുക്കൽ ധൂപ് കുറ്റി കൊണ്ടുവരണം. അദ്ദേഹം അത് വാഴ്ത്തി തിരിച്ച് കൈപ്പത്തിക്കും. പിന്നെ മേൽപ്പട്ടക്കാരുണ്ടെങ്കിൽ വേറെ ആർക്കും ശുശ്രൂഷക്കാരൻ ഈ സമാധാനം കൊടുക്കണ്ട, എല്ലാവരും മേൽപ്പട്ടക്കാരൻ്റെ കൈ ശ്രീഭാവത്തിക്കോളും, അത് മതി. അല്ല, മേൽപ്പട്ടക്കാരെല്ലാം അച്ഛന്മാരുണ്ടെങ്കിൽ ഒരാഴ്ചൻ്റെ എടുത്ത് കൊടുക്കാം, ധൂപക്കുറ്റി പിടിച്ചു കൊടുക്കാം. അല്ലെങ്കിൽ ഒരാഴ്ച ഇതാലും മതി. മറ്റേ അച്ഛന്മാർ അതിന് കൈകാസൂരി കൊടുത്ത് അതും മതി. അങ്ങനെ ആയാലും മതി. പ്രായമുള്ള അച്ഛന് കൊടുത്താലും മതി, കുഴപ്പമൊന്നുമില്ല. താഴെ പോയി ആദ്യം പുരുഷന്മാരുടെ ഭാഗത്തും പിന്നെ സ്ത്രീകളുടെ ഭാഗത്തും കൊടുക്കണം. കൈകാസൂരി കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് 2 കൈയോടും ഇങ്ങനെ കൂട്ടിപ്പിടിക്കരുത്. ഇങ്ങനെ ഗ്യാപ്പ് വേണം. വലത്തെ കൈ മറ്റാളുടെ 2 കൈയുടെ ഉള്ളിലേക്ക് ചെല്ലണം, ഇടത്തെ കൈ പുറത്ത് നിൽക്കണം. നമുക്കറിയാം. അത് വാങ്ങിച്ചിട്ട് വണങ്ങണം. വെറുതെ കൈകസൂരി എടുത്തിട്ട് ഇങ്ങനെ അങ്ങനെ നെടുവേർപ്പെട്ട് നോക്കിക്കരുത്. നമ്മൾ വണങ്ങണം, അടുത്ത് വെക്കുന്നവനെ വണങ്ങണം. എനിക്ക് നീയായിട്ടൊരു ദേഷ്യമില്ല, വഴക്കില്ല, പ്രശ്നമില്ല, ഒന്നുമില്ല. എന്നാലേ സമാധാനം സ്വീകരിക്കാൻ പറ്റുള്ളൂ. മനസ്സിലുണ്ടോ? ഞങ്ങൾ തമ്മിൽ യാതൊരു പ്രശ്നങ്ങളുമില്ല, എനിക്ക് നിന്നോടൊരു വഴക്കുമില്ല. നമുക്കൊരുമിച്ച് ഒരുപോലെ കരുണ ഇരന്നിടാം. ഇനി ഒരുമിച്ച് നമ്മൾ ഇന്നും പ്രാർത്ഥിക്കാൻ പോകണം. അപ്പോൾ തമ്മിലുള്ള വഴക്കുകൾ തീർത്തിട്ട് ദൈവത്തെ വിളിക്കാവുന്നതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ പട്ടക്കാരൻ പ്രത്യേക പ്രാർത്ഥനയില്ല. പട്ടക്കാരൻ സമാധാനം കൊടുക്കുമ്പോഴൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ കാസായുടെയും പീലാസായുടെയും കൈകളിൽ കൂടി ഇങ്ങനെ കോരിയെടുത്തണം. ഇങ്ങനെ പറയിലേക്ക് കൈ തന്നെ വളർത്തണം. അതിൻ്റെ അർത്ഥം എന്താ? കാസായുടെയും പീലാസായുടെയും മുകളിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞു നിൽക്കുകയാണ്. അതിനു മുമ്പ് ശോശാപ്പ ആഘോഷിക്കണതൊക്കെ ഉണ്ടല്ലോ, അതൊന്നും പറയേണ്ട കാര്യമില്ല വിചാരിച്ചത്. ശോശാപ്പ ആഘോഷിച്ചതിന് ശേഷമാണ് ഈ സമാധാനം കൊടുക്കുന്നതൊക്കെ ഓർത്തുകൊള്ളു. അതിനു മുമ്പുള്ള സമാധാനം നേരത്തെ ഞാൻ പറഞ്ഞു. അപ്പോൾ കാസായുടെയും പിലാസായുടെയും മുകളിൽ നിറഞ്ഞു നിൽക്കുന്ന പരിശുദ്ധാത്മാവിനെ കൈകൊണ്ട് വാരിയെടുത്ത് പുറകിൽ കൂടി ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ വലത്ത് വശത്തു ഇങ്ങനെ സമാധാനം. നിങ്ങൾക്ക് എല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അപ്പം എന്താ മറുപടിയുടെ ജനം? അങ്ങയുടെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. ആത്മാവിനും, അത് വളരെ ശ്രദ്ധിക്കണം. ശരീരത്തിനൊന്നുമല്ല, അച്ഛൻ്റെ വീടിനുമല്ല, അച്ഛൻ്റെ രോഗത്തിനുമല്ല, അച്ഛൻ്റെ സമ്പത്തിനുമല്ല, അച്ഛൻ്റെ വണ്ടിക്കുമല്ല, അച്ഛൻ്റെ കുടുംബാംഗങ്ങൾക്കുമല്ല. അങ്ങയുടെ ആത്മാവിൻ്റെ സമാധാനമാണ് നമുക്ക് കുർബാനയിൽ നിന്ന് കിട്ടുന്നത്. അല്ല, കുർബാന കണ്ട അതിൻ്റെ പട്ടിണി മാറും, രോഗം മാറും, കഷ്ടപ്പാട് മാറും, എനിക്ക് ധനം ഉണ്ടാകും, കാറ് മേടിക്കുക, വണ്ടി മേടിക്കുക, വാഹനം മേടിക്കുക, വീട് പണിയാം, മക്കളെ കെട്ടിക്കുക, മക്കൾക്ക് ജോലി കിട്ടി. ഇതിനൊന്നിനും അല്ല വിശുദ്ധ കുർബാന.
ആ കുർബാനയുടെ സമയത്ത് ഇതൊന്നും ചിന്തിക്കാനും പാടില്ല. കുർബാന കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പ്രത്യേക പ്രാർത്ഥന ഉണ്ടെങ്കിൽ നടത്തിയിട്ടൊക്കെ പോകാം. വിശുദ്ധ കുർബാനയുടെ സമയത്ത് ആരംഭം മുതൽ അവസാനം വരെ അച്ഛനെന്ന് പറയണോ, അതിനെന്ത് പ്രതിവാക്യം പറയണം, അത് മാത്രം ശ്രദ്ധിച്ചിരിക്കുക. സമാധാനം തരുമ്പോഴും തലവണങ്ങി അത് സ്വീകരിക്കുക. അങ്ങനെ ശീലിച്ച് പഠിക്കണം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്, പള്ളിയകത്ത് വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി അവൻ്റെ ഡ്രസ്സ് ഏതാണ്, ഇവരുടെ സാരി ഏതാണ്, ഇതൊന്നും നോക്കാനുള്ള സ്ഥലമല്ല പള്ളിയത്. മദ്ബഹായിലേക്ക് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ശുശ്രൂഷകന്മാരെ ശ്രദ്ധിക്കണം. അച്ഛൻ്റെ ആവശ്യം എന്തോ അത് നടത്തി കൊടുക്കാനാണ് ശുശ്രൂഷകർ. അച്ഛന് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. അച്ഛൻ എന്തെങ്കിലും ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ അച്ഛൻ എന്തെങ്കിലും കൈ കൊണ്ട് കാണിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അച്ഛൻ എന്തെങ്കിലും തിരിഞ്ഞു നോക്കണ്ടോ, അതിൻ്റെ അർത്ഥത്തെ അത് മനസ്സിലാക്കിക്കൊള്ളണം. അപ്പോൾ അച്ഛൻ ചിലപ്പോൾ ഇന്ന കാര്യം ആവശ്യപ്പെടുകയായിരിക്കും, അതെടുത്ത് കൊടുത്തോളണം. അല്ലെങ്കിൽ അച്ഛൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ അച്ഛനത് പറയും, ഇന്ന കാര്യം ഇന്നതുപോലെ ചെയ്യാൻ. ചിലപ്പോൾ തിരി കെട്ട് പോയിട്ടുണ്ടാവും, അത് ശ്രദ്ധിക്കണം. തിരി കെട്ടാൽ വേറെ ഒരു തിരിയിൽ നിന്നും കത്തിക്കണം. പിന്നെ ആ തിരിയുടെ മെഴുകൊക്കെ ഉരുകി ഒലിച്ചിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് അത് എടുക്കണ്ട. തിരശ്ശീല ഇടുന്ന സമയത്ത് അത് വൃത്തിയാക്കാനായിട്ട് ശ്രദ്ധിക്കുക. കുർബാനയ്ക്ക് ഒരു അലങ്കോലം ഉണ്ടാക്കരുത്, അത് ഞാൻ പറഞ്ഞത്. ബാക്കി കാര്യങ്ങൾ അടുത്ത ക്ലാസ് എടുക്കുക. ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.